അപ്പൊ നമുക്ക് ഇതിനു മുൻപ് പഠിച്ച സ്റ്റെപ്പുകളൊന്ന് നോക്കാം. ഇനി രണ്ടാമത്തെ. ഇങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ തള്ളവിരലിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ രണ്ട് സ്റ്റെപ്പുകൾ നിങ്ങൾ ശീലിച്ചു എന്ന് കരുതുന്നു. നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കയറാം. ഇപ്പൊ നമ്മള് കൈ പരത്തി വെച്ചാണ് ഇങ്ങനെ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ കൈ ഒന്ന് മടക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ നടുവിരല് ഉള്ളം കൈയില് നന്നായിട്ട് പതിയുന്ന രീതിയിൽ മടക്കുക. ഇങ്ങനെ മടക്കി പിടിക്കുക. നടുവിരൽ ഇങ്ങനെ നന്നായിട്ട് അമർത്തി പിടിക്കണം. നന്നായിട്ട് പ്രസ് ആവണം ഉള്ളം കൈയില്. ഓക്കെ, അങ്ങനെ പിടിക്കുക. ഇനി നമുക്ക് കൈ വിടുക. എന്നിട്ട് നമുക്ക് താളം ശ്രദ്ധിക്കാം. എപ്പോഴും ആ വ്യത്യസ്ത താളത്തിന് ശേഷം പുതിയ ഒരു സ്റ്റെപ്പ് തുടങ്ങുക. ഇതിലും നോട്ടം നമ്മൾ തള്ളവിരലിൽ നിന്ന് മാറ്റരുത്. ഓക്കെ, ഈ സ്റ്റെപ്പ് പിടികിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ, ഈ സ്റ്റെപ്പും നമ്മൾ മറ്റ് സ്റ്റെപ്പുകൾ ചെയ്തതുപോലെ 3 മിനിറ്റ് പരിശീലിക്കുക. ഓക്കെ.